ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത് ആലു പൊറോട്ട. ഇത് പഞ്ചാബികളുടെ ഒരു മെയിൻ ഡിഷാണ്. ഞാനത് പഠിച്ചതും എൻ്റെ പഞ്ചാബി ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാണ്. അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഈ ബോർഡിലുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 300 ഗ്രാം ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിരിക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് 10 പൊറോട്ട ഉണ്ടാക്കാം. ഇത് മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നത്, സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെറുതായിട്ട് അരിയണം. ഇത് 1/2 ടീസ്പൂൺ ഉപ്പ്, 30 ml ഗീ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് 400 ഗ്രാം ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്യാനായിട്ട് ഉള്ളതിൻ്റെ അകത്ത് ചേരുവകളെല്ലാം കൂടെ ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, സവോള, ഉപ്പ്, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിയില. മല്ലിയില ഇഷ്ടമില്ലാത്തവർ പലരും ഉണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവർ മല്ലിയില ഇടണ്ട. എൻ്റെ ഒരു സ്വിറ്റ്സർലൻഡിൽ 30 വർഷമായിട്ട് സെറ്റിലായിരിക്കുന്ന ബ്രദറ്, ഞങ്ങൾ കുക്കിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ ബ്രദർ പറയും മല്ലിയിലയ്ക്കൊരു ചാഴിയുടെ മണമാണെന്ന്. സോ എൻ്റെ ആ ബ്രദർ ഇപ്പോഴും മല്ലിയില ഉപയോഗിക്കത്തില്ല. അതുപോലെ പലരും കാണും, മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഉപയോഗിക്കണ്ട. പക്ഷേങ്കിൽ ആ ഒതൻറ്റിക് ടേസ്റ്റ് വരണമെങ്കിൽ മല്ലിയില ഇടണം. പഞ്ചാബികൾ ഇതിൻ്റെ കൂടെ ആംചൂർ എന്ന് പറഞ്ഞാൽ ഒരു പൊടിയും കൂടി ഇടും. ആംചൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമാങ്ങ ഉണക്കി പൊടിച്ചെടുക്കുന്ന ഒരു പൊടിയാണ്. ഞാനത് ഉപയോഗിക്കുന്നില്ല, കാരണം എനിക്കത് ഇഷ്ടമില്ല. പച്ചമുളകിന് പകരം കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇത് ആദ്യം ഒന്ന് കുറച്ച് പരത്തിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്യുന്നു. രണ്ട് വശത്തും ഗോതമ്പ് പൊടി പുരട്ടുന്നു. ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കുന്നു. ചിലരിത് നല്ല കട്ടിയിലുണ്ടാക്കും, പക്ഷെ ഞാൻ കട്ടി കുറച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം അതിൻ്റെ അകത്തെ റോ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വേകുന്നതിന് വേണ്ടിയിട്ട്. ചിലർ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് പൊറോട്ട ഇട്ട് ഫ്രൈ ചെയ്യും. പക്ഷേ ഞാൻ ഇത് 2 സൈഡും വെന്ത് കഴിയുമ്പം അതിൻ്റെ പുറത്ത് സ്വല്പം ഗീ ഒഴിക്കും. നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ട എണ്ണയായാലും ഗീ ആയാലും ഒരു അഡൽറ്റിന് 30 to 35 ml. അപ്പം നമ്മൾ ടേസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ ആരോഗ്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നു. ഇത് 2 വശവും വെന്തു. ഇത് പുറത്ത് ഒരു സ്വല്പം ഗീ
സ്പൂണിൻ്റെ പുറവ് കൊണ്ടൊഴിക്കുക. ഇത് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആലു പൊറോട്ട ഈസ് റെഡി. പഞ്ചാബികൾ യൂഷ്വലി ആലു പൊറോട്ട കൊടുക്കുമ്പം അതിൻ്റെ മുകളിലായിട്ട് സ്വല്പം ഹോം മെയ്ഡ് വൈറ്റ് ബട്ടർ ഇടും. അതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈര്. തൈരിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്വല്പം റെഡ് ചില്ലി ഇടാം. ഇത് പിക്കിള്, ഇത് ടൊമാറ്റോ പിക്കിളാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.